ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു കോമ്പിലാണ് ഹെയർ ആക്സസറി ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. വെറും 3 ഫ്ലവർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നിന്ന് നമുക്കൊരു 20-25 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അതിനായിട്ട് ഞാനിവിടെ ഇതിനെന്താ പറയുക, ഇത് ആക്ച്വലി ക്രിസ്റ്റൽ ഫ്ലവർ എന്ന് പറയുമോ അതോ അക്രിലിക് ഫ്ലവർ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഈ ടിയാരയൊക്കെ ചെയ്യണതിൽ ഇത് മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ വൈറ്റ് കളറും അതുപോലെ തന്നെ കളേഴ്സൊക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അക്രിലിക് ഫ്ലവറിനോ ഇല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫ്ലവർ എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇത് ആക്ച്വലി ഞാനൊരു കോംബോ പാക്കായിട്ട് വാങ്ങിച്ചത് കാരണം തന്നെ ഇതിൻ്റെ പേര് സെപ്പറേറ്റ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സിൽവർ കളറ് കോംബ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. കോപ്പർ വയർ 3 mm കോപ്പർ വയർ എടുത്തിരിക്കണം. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചുറ്റിയെടുക്കുക. ഈ ഒരു കോമ്പ് നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഹോളുള്ളതായിട്ട് കിട്ടും. കുഞ്ഞു ഹോളുള്ള കോമ്പ് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇങ്ങനെയുള്ള മോഡൽസൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കോപ്പർ വയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്ലവർ ഇട്ടിട്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ വൈറ്റ് കളർ മുത്താണ് ഇടുന്നത് കേട്ടോ. വൈറ്റ് കളർ പേളാണ് ഇടുന്നത്. നിങ്ങൾക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട്, അതായത് ഈ ഒരു ഫ്ലവർ നമുക്ക് ഈ ഒരു ബീഡ്സ് ഇട്ടാൽ മാത്രമാണ് ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബീഡ്സ് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ആ ഫ്ലവറിൻ്റെ ഹോൾ കണ്ടില്ലേ, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചെടുക്കുമ്പോൾ ആ ഫ്ലവറും അവിടെ ഇരുന്നോളും, ആ ബീഡ്സും അവിടെ ഇരുന്നോളും. അതുമാത്രമല്ല ഈ ഒരു ഗോൾഡും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പേളും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഒട്ടിക്കണമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ ഫ്ലവർ, അതായത് 3 ഫ്ലവറും കുറച്ച് മുത്തുകൾ 3 മുത്തുകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട്, എന്നാൽ പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്യണ, അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആക്ച്വലി ഞാൻ എല്ലാ വീഡിയോസും ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇന്നലെ തലേ ദിവസം എടുത്ത് എഡിറ്റ് ചെയ്ത് വെക്കലാണ് പതിവ്. പക്ഷേ എനിക്ക് അതിന് പറ്റിയില്ല. അത് കാരണം തന്നെ നമ്മളിപ്പോൾ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യേണ്ടത്, അതായത് ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ 9:15 ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 10:30 എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് അത് ഗാലറിക്ക് സേവ് ആവാനും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറേ ലെങ്ത് ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 10:30 എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിനാണ് കുഞ്ഞു വീഡിയോ വളരെ സിമ്പിളായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ എന്തായാലും വേറെ വെറൈറ്റി വീഡിയോ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 2 എണ്ണം താഴെ വെച്ചിട്ട് മൂന്നാമത്തെ നമ്മളിത് കുറച്ചൊന്ന് മേലേക്കാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ബീഡ്സ് വെച്ചിട്ട് ബാക്കിലേക്ക് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഈ പല്ലുകളുടെയൊക്കെ, അതായത് ഈ കോമ്പിൻ്റെ ഈ പല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോപ്പർ വയറൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഈ പിടിച്ച് വലിക്കുമ്പോഴൊക്കെ കൈ മുറിയും. എൻ്റെ കൈയും ചെറുതായിട്ട് മുറിഞ്ഞു ഈ സമയത്ത്. ഞാൻ കുറച്ച് നന്നായിട്ട് പിടിച്ച് വലിച്ച് ഓർമ്മയില്ല, അത് അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിൽ കൂടെ നമ്മൾ ക്രോസായി ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ലോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇത് ആക്ച്വലി ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കുഞ്ഞു കൊമ്പിൽ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരണം വളരെ സിമ്പിളല്ലേ, എല്ലാവരും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റോ അതുപോലെ തന്നെ കവർ ചെയ്യാൻ വേറെ ഏതെങ്കിലും ഫെൽറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ജൂട്ട് ഷീറ്റോ അല്ലെങ്കിൽ ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അത് വെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് ആയിരിക്കും ബാക്കിൽ കവർ ചെയ്യാൻ എല്ലാം ഏത് മോഡലാണെന്നുണ്ടെങ്കിലും, അടിവശം ആണെങ്കിലും ഹെയർ ബാൻഡിൻ്റെ അടിവശം, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കൊക്കെ കവർ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫെൽറ്റ് ഷീറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫെൽറ്റ് ഷീറ്റും കൊണ്ട് കവറും കൂടെ ചെയ്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കോംബ് ഹെയർ ആക്സസറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഒരു 20 രൂപയ്ക്കൊക്കെ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം 20 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ ഇതൊരു ഗോൾഡ് ഷെയ്ഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പൊട്ടി വരും, അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ കോപ്പർ വയറിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അഴിഞ്ഞു വരും, കാര്യങ്ങളൊന്നും ചെയ്യില്ല. ബാക്കും കൂടെ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് സെയിൽ ചെയ്തോളൂ കേട്ടോ. നാളെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണേ.